അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ അല്ലാഹുവിൻ്റെ നാമങ്ങൾ അത് വല്ലാത്ത മൂല്യമുള്ളതാണ്. പതിവാക്കുന്നവന് ദുനിയാവിലും ആഖിറത്തിലും ഉന്നത പദവി ലഭിക്കുക തന്നെ ചെയ്യും. അസ്മാഉൽ ഹുസ്ന ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. ഉത്തരം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ ഓരോ ഇസ്മുകൾ അള്ളാഹുവിൻ്റെ മഹത്വമേറിയ ഓരോ നാമങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളാണ് മഹാന്മാർ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിക്കുകയാണ്, ഒരാൾ ഉച്ച സമയത്ത് ളുഹറിന്റെ സമയത്ത് ഒരാൾ യാ മലിക്കു യാ അല്ലാഹ് എന്ന് 100 തവണ ചൊല്ലി പതിവാക്കി വന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ കൽബ്, അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അല്ലാഹുവിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിച്ചു കളയും. അവന്റെ ഉള്ളു അല്ലാഹു തആല പ്രകാശിപ്പിക്കും. തെറ്റുകളില്ലാതെ, ദോഷങ്ങളില്ലാതെ, മലീനമായ ഹൃദയമില്ലാതെ നല്ല ഹൃദയമാക്കി മാറ്റും റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു ഭാഗ്യം തരട്ടെ. കൽബ് ലംഘി മരിക്കുന്ന സജ്ജനങ്ങൾ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ ദിക്ർ അല്ലാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതേപോലെ തന്നെ സുബഹിയുടെ നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ 120 തവണ ചൊല്ലിയാൽ മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് കൊടുക്കും, പണം കൊടുക്കും. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ അല്ലാഹു തആല സമ്പന്നനാക്കുമെന്ന് മഹാനായ മുനാവി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരാം. ഇത്രയും മഹത്വമുള്ള നാമമാണ് യാ മലിക്കു യാ അല്ലാഹ്. യാ മലിക്കു യാ അല്ലാഹ് എന്നിങ്ങനെ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം 120 തവണ ചൊല്ലുക. അതേപോലെ തന്നെ ഉച്ച സമയത്ത് 100 തവണ പതിവാക്കുക. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.